السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا سيد المرسلين. أعوذ بكلمات الله التامات من شر ما خلق. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ പടച്ചവനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ പടച്ചവനെ. എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോ, ഓരോ മിനിറ്റുകൾ കഴിയുമ്പോ, ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ, ഓരോ ആഴ്ചകൾ കഴിയുമ്പോ, ഓരോ വർഷങ്ങൾ കഴിയുമ്പോ നമ്മൾ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ, ഞാൻ നിനക്ക് തന്ന ആയുസ് കൊണ്ട് നീ എന്താണ് ചെയ്തത്, എന്ത് സൽക്രമമാണ് ചെയ്തതെന്ന് റബ്ബ് ചോദിക്കുമ്പോ ധാരാളം സൽക്രമങ്ങള്, ധാരാളം ദിക്റുകള്, ധാരാളം സലാത്തുകള്, ധാരാളം ഖുർആനുകള് ഞാൻ ഓതിയിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ നമ്മൾക്ക് അർഹത വേണം. അതിനുള്ള അമല് നമ്മളെ കയ്യിൽ വേണം. അതിന് ഈ ജീവിതകാലത്ത് ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള നല്ല മജ്ലിസുകൾ പങ്കെടുത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലുക, സലാത്തുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മുത്തു മുഅ്മിനീങ്ങളെ നമ്മളെ ഈ ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇബാദത്തിലായി, ദിക്റിലായി, സ്വലാത്തിലായി മുഴുകുക. നമ്മളെ ജീവിതത്തിലെ ഈ ദുനിയാവിലെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ആഖിറത്തിലെ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമെന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب الله لمسيا ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. وإلى حضرة فاطمة بيبي الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ റബ്ബേ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാഹ്. കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആഖിറത്തിലും ദുനിയാവിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما
لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് മദീനയിൽ ചെല്ലാൻ മഖ്ബൂലും മഖ്ബൂറുമായ ഹജ്ജും ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ. എല്ലാ വേദനകളും അകറ്റിത്തരണേ റബ്ബേ. വേദനകൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഈ മജ്ലിസ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നല്ല ഉമ്മമാര് ഉപ്പമാരുണ്ട്. അവരെ നീ പ്രത്യേകം കബൂൽ ചെയ്യണേ അല്ലാ. അവർക്ക് പ്രത്യേകം പരിഗണന നൽകണേ അല്ലാ. പ്രത്യേകം അവരെ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് അവർക്ക് നൽകണേ റബ്ബേ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ മദീനയിൽ ചെന്ന് മുത്തുനബിയോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട കനമേറിയ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾക്കറിയാം ഈ കാലഘട്ടത്ത് ആഫത്ത് മുസീബത്തുകൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദുരന്തത്തിന് പുറമെ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ കുടുംബങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ പ്രത്യേകം കാക്കണേ റഹ്മാനെ. നിന്റെ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ മക്കൾക്ക് ജോലിക്ക് പോകുന്ന ഉമ്മമാര് ഉപ്പമാരുണ്ട്, അവർക്കൊക്കെ നിന്റെ പ്രത്യേക കാവൽ നൽകണേ അല്ലാ. ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അതിനുള്ള കനമേറിയ ഒരു പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്, 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 اللهم ادفع بلياتنا يا دافع البليات، 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 اللهم ادفع بلياتنا
يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات اللهم ادفع بلياتنا يا دافع البليات കാക്കണേ റഹ്മാനെ ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് സർവ്വ ദുരന്തങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ എല്ലാ മുസീബത്തിനെ തൊട്ടും കാക്കണേ അല്ലാ ആഫത്ത് മുസീബത്തുകള് തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ ഭർത്താക്കന്മാരെ മാതാപിതാക്കളെ അയൽവാസികളെ ബന്ധപ്പെട്ടവരെ വല്ലുപ്പ വല്ലുമ്മമാരെ ഭക്ഷണം തന്നവരെ കാക്കണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ പ്രത്യേകം സംരക്ഷിക്കണേ അല്ലാ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു شاهدي الله معي الله حاضري الله ناظري الله 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 شاهدي الله معي സ്വീകരിക്കണേ റബ്ബേ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ നിന്റെ കാവൽ നൽകണേ അല്ലാ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നൽകണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവർക്ക് നൽകണേ റഹ്മാനേ
ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നമ്മളെ അസുഖങ്ങളൊക്കെ ശിഫയാകണം. ഒരുപാട് ആളുകൾ രോഗികളാണ്. നമ്മളെ മജ്‌ലിസ് കാണുന്ന ഒരുപാട് ആളുകൾ രോഗി, ക്യാൻസർ പോലുള്ള ആളുകളുണ്ട്. റബ്ബേ ശിഫ കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ പ്രഷറും ഷുഗറും കാരണം എത്രയോ ആളുകൾ പ്രയാസത്തിലാണ്. കാൽമുട്ട് വേദന, വയറുവേദന, ഊരവേദന, ഇങ്ങനെ പല പല അസുഖമുള്ള ആളുകൾ, പുറത്ത് പറയാൻ പോലും മടിയുള്ള അസുഖമുള്ള ആളുകളുണ്ട്. റഹ്മാനെ അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാകണം. അതിനുവേണ്ടി ഞങ്ങളെ മജ്‌ലിസിൽ ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. റഹ്മാനെ അല്ലാഹുമ്മ ശ്ഫി അംറാലനാ യാ ശാഫിയൽ അംറാദ്, 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 اللهم اشف امراضنا يا شافي الامراض، 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 اللهم اشف امراضنا يا شافي الامراض. സ്വീകരിക്കണേ റബ്ബേ. ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ. കീറിമുറിക്കണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ശിഫ കൊടുക്കണേ റബ്ബേ. ഹോസ്പിറ്റലിലായി ധാരാളം ദിവസങ്ങൾ കടന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ രോഗം ശിഫയായി വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസ് കാണുന്നവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ മജ്‌ലിസ് എന്നും കാണുന്ന പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാരുണ്ട്. അതുപോലെ തന്നെ ഈ മജ്‌ലിസിലേക്ക് മറ്റുള്ള ആളുകൾ വരണമെന്ന നിലക്ക് ഈ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കുടുംബക്കാരിലേക്ക് കൂട്ടുകാരിലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്. അവരെയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. അതിന് ഈ മജ്‌ലിസ് കാരണമാക്കണേ റഹ്മാനേ.
ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്പം അഫ്ദലു ദിക്ർ ചൊല്ലാം. لا إله إلا الله 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 لا إله إلا الله. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. സ്വർഗം നൽകണേ അല്ലാ. ഈമാൻ വർദ്ധിപ്പിച്ച് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ മുഴുവനും പൊറുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ഇഖ്ലാസ് സൂറത്ത് ഓതാം, അതുപോലെ തന്നെ മുഅവ്വിദത്തൈനി സൂറത്ത് ഓതാം. ഫാത്തിഹ നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുണ്ടല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد
ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയത് മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആരൊക്കെ എന്ത് ഉദ്ദേശിച്ചാണോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. പലവിധ രോഗങ്ങളുമുള്ള ആളുകൾ ഞങ്ങളെ മജ്ലിസിലുണ്ട്. ആ രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കണേ റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളമായി കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് നല്ല നിലക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അസുഖം കാരണം ശരിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ എത്ര ഉമ്മമാരുപ്പമാരുണ്ട്. ഉസ്താദെ, കാൽമുട്ട് കാരണം ശരിക്കും നിസ്കരിക്കാൻ കഴിയുന്നില്ല, കണ്ണുവേദന കാരണം ഖുർആൻ ഓതാൻ കഴിയുന്നില്ലെന്ന് സങ്കടം പറഞ്ഞ് എത്ര ആളുകളുണ്ട് റബ്ബേ. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. പ്രഷർ ഷുഗറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. കാൽമുട്ട് വേദനയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഊരവേദനയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചെവി വേദനയെ തൊട്ട് കാക്കണേ അല്ലാഹ്. കണ്ണ് വേദനയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വയറുവേദനയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. എയ്ഡ്സിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഗർഭാശയത്തിലുള്ള മുഴയെ തൊട്ട് കാക്കല്ലാഹ്. ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഡെങ്കിപ്പനിയെ തൊട്ട് കാക്കണേ റഹ്മാനെ അല്ലാഹ്. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തൊട്ട് കാക്കല്ലാഹ്. കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. തലച്ചോറുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. രക്തവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് കാലം രോഗശൈലിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല റഹ്മാനെ. ഒരുപാട് കാലം രോഗശൈലിയിൽ കിടന്നുകൊണ്ട് കുടുംബക്കാരെ വെറുപ്പിക്കണ്ട, മരുമക്കളെ വെറുപ്പിക്കണ്ട, അയൽവാസികളെ വെറുപ്പിക്കണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. മരണം ഖൈറാകുമ്പോ മരണം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ആളുകൾ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പാടിലാണ്, ആത്മഹത്യയുടെ വക്കില് പോലും എത്തിയ ആളുകളുണ്ട്. ദിവസങ്ങളോളമായി ഉസ്താദെ കടം കാരണം ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്, കടം കാരണം ഞാൻ നാട് വിടുകയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. നിന്റെ ഖജനാവ് വലുതാണല്ലോ, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അതോടുകൂടെ നിന്നോട് ചോദിക്കുന്നു, നിന്റെ ഖജനാവിൽ നിന്ന് സമ്പത്ത് നൽകണേ റബ്ബേ. കടങ്ങൾ വീട്ടാനുള്ള പണം നൽകണേ റഹ്മാനെ. അതിനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. സമ്പത്തില്ലാത്തതിന്റെ പേര് ആത്മഹത്യ ചെയ്യേണ്ട ഒരു മുസീബത്തിലേക്ക് വരുത്തല്ല റഹ്മാനെ. പടച്ചവരെ, വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അനുയോജ്യമായ നല്ല വീട് കൊടുക്കല്ല. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. അനുയോജ്യമായ ജോലി കൊടുക്കണേ റഹ്മാനെ. പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ കച്ചവടത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. കച്ചവട തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഭാഗ്യദോഷങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ.
പടച്ചവനെ, വിവാഹ പ്രായമെത്തി, വിവാഹ തടസ്സങ്ങൾ കാരണം വിവാഹം ശരിയാകാത്ത ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ല. നല്ല ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ല. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണേ റബ്ബേ. ഉള്ള മക്കളിലെ വീടുകളിലെ ബർക്കത്ത് നൽകണേ അല്ല. മക്കൾക്ക് നല്ല ബുദ്ധികൂർമ്മത നൽകണേ അല്ല. തന്റെ ഇടം നൽകണേ അല്ല. സ്നേഹമുള്ള മക്കളാക്കണേ അല്ല. അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ല. ഈമാനുള്ള മക്കളാക്കണേ അല്ല. 5 വക്ത് നിസ്കരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. പടച്ചവനെ, മക്കളെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്ന ഉമ്മമാരും ഉപ്പമാരുണ്ട്. ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്ക റഹ്മാനെ. പടച്ചവനെ, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ല. ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റബ്ബേ. ഭാര്യയുടെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, അവരെ പൊരുത്തം നൽകണേ അല്ലാ. അവരോട് സ്നേഹത്തോടെ പെരുമാറാനുള്ള നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. അല്ലാ, അവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഇനിയും അവരുടെ തണലിലായി ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയാലെ തൗഫീക്ക് നൽകണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, അതേ ഞങ്ങൾ ഏറ്റെടുത്ത ഞങ്ങളെ ഭാര്യമാരുണ്ട്, ഞങ്ങളെ ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെ കുഞ്ഞുമക്കള് റബ്ബേ. ഞങ്ങളെ കുഞ്ഞുമക്കള്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ കുടുംബക്കാര്, ജ്യേഷ്ഠന്യന്മാര്, അനിയത്തിമാര്, ബന്ധപ്പെട്ടവരാളുകളുണ്ട്. അവരെ ഭാര്യ മക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, സ്നേഹിക്കുന്നവര്, സഹായിച്ചവരുണ്ട്. ഞങ്ങളെ അയൽവാസികള് റബ്ബേ, വല്ലുപ്പ വല്ലുമ്മമാര്, ഭക്ഷണം തന്നവര്, ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് കൊണ്ട അല്ലാ. പടച്ചവനെ, ആപത്ത് മുസീബത്ത് അടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട്, ആഫത്തിനെ തൊട്ട്, മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാക്കല്ല. ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരെ ഖബർ വിശാലമാക്കല്ല, സ്വർഗമാക്കല്ല, സന്തോഷത്തിലാക്കല്ല. അവർക്കും ഞങ്ങൾക്കും നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല. സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുന്നവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കല്ല, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കല്ല, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേയല്ല. എന്നും ഈ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ പടച്ചവനെ. ഈ മജ്ലിസ് സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല, നീ ആദരിക്കണേ റഹ്മാനെ. അവർക്ക് ഖൈർ നൽകണേ അല്ല. ഖൈറിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നു കൊടുക്കണേ അല്ല. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല. മുഅ്മിനീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾ കുടുംബക്കാർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാം ഖൈറിലാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.